രാമകൃഷ്ണ, ആ ഇടതുഭാഗം ഒരു 2 ഇഞ്ച് കൂടി പോകട്ടെ. മതി കെട്ടിക്കോ. അപ്പോഴേ പരമേശ്വരനാരെ, ഇതിനു മുമ്പ് ഉത്സവത്തിന് ഇതുപോലൊരു കമ്മിറ്റി ഓഫീസ് തുറന്ന ചരിത്രം ഉണ്ടോ? അതില്ല. പക്ഷേ അത് പിന്നെ തങ്കപ്പന്നാര് പറയുന്നത്. എനിക്ക് തങ്കപ്പന്നാര് പറഞ്ഞ കാര്യം കേൾക്കണ്ട. ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് തങ്കപ്പന്നാരല്ല, മാധവമെന്നാ. എന്താ രാവിലെ ചൂട്? പിന്നല്ലാണ്ട് ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാനാ. എന്നാലും തങ്കപ്പന്നാര് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഇവർക്കൊക്കെ വില. കഴിഞ്ഞ തവണ തങ്കപ്പന്നാര് നടത്തിയ ഉത്സവം ഗംഭീരായിരുന്നേ. ഇത് അതിലും ഗംഭീരാവും കല്യാണമേ. പത്മിനി, വീട്ടിലേക്ക് പോക്കോളൂ, കാണാം. എന്താ പത്മിനി, കണ്ടിട്ടൊന്ന് ചിരിക്കെങ്കിലും ചെയ്തൂടെ? ചെന്നിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു. പത്നിക്ക് തടി ഇത്തിരി കൂടുണ്ട് എന്ന് ചാപ്പിക്കൊന്നുമില്ല കേട്ടോ. ചന്ദ്രനായുടെ വിവരമൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓ, കത്തും ഡ്രാഫ്റ്റൊക്കെ മുടങ്ങാതുണ്ട്. ഈ മാസം വരേണ്ടതാ. അറബിക്ക് ചന്ദ്രന് ജീവനാ. വിടണില്ല അത്രേ. വന്നാ പിന്നെ തിരിച്ചു പോവില്ല. അവസാനിപ്പിച്ചു പോരാ. അത് നന്നായി. എത്ര കാലാ പത്മിനി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? കോലൊത്ത വീട് കിട്ടിയോണ്ട് ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും അതല്ലോ ജീവിതം. കൊല്ലം 5-8 ആവശ്യത്തിലുള്ള വകയുണ്ടാക്കിയില്ലേ? ഇനി നാട്ടിൽ നിന്ന് കുടുംബജീവിതം നയിക്കാം. എന്തേ ഇപ്പല്ലാണ്ടിന് വയസ്സായിട്ടാ? പെടക്കലടി പെണ്ണേ, എനിക്കൊരു പേരുണ്ട്. കുറുമ്പത്തിൽ കൂടുണ്ട പെണ്ണിന് ഇപ്പൊ പഠിക്കണ്ടോ? ഇല്ല, SSLC കഴിഞ്ഞു നിൽക്കുക. തോറ്റോടി? ജയിച്ചു. ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അവൾക്ക്. എന്നിട്ടെന്താ തുടർന്ന് പഠിപ്പിക്കാൻ? പത്മിനി, നീ ചെയ്യണൊരു പുണ്യകർമ്മ. പഠിച്ച് നന്നായി നല്ലൊരു വഴിയാവണമെങ്കിൽ ആവട്ടെ. അതിന്റെ പുണ്യം നിനക്ക് കിട്ടും. പഠിപ്പിക്കണം. എന്താടി, പഠിക്കാനൊക്കെ ഇഷ്ടല്ലേ? അവൾക്ക് ഇഷ്ടാ. പക്ഷെ ദിവാരും പറയണത് ഇനി പഠിപ്പിക്കണ്ടെന്നാ. ഓ, അവനെ പോലൊരു കഴുത. ഇതാണ് പണ്ടുള്ളവര് പറയണ, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കില്ലാന്ന്. അട്ടയ്ക്ക് പൊട്ടക്കോളം തന്നെ പത്യം. പപ്പിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പോണു. ചോറ് എല്ലിന്റെ ഇടയിൽ കുത്തി തുടങ്ങി. നിക്കടി, ഞാനും വരുന്നു. പോട്ടെ, ചെന്നിട്ട് വേണം. ഓ, പറയാനുള്ള കാര്യം പറഞ്ഞല്ലോ. ഇതാണ് വേണ്ടപ്പെട്ടവരെ കണ്ടാ പറയാനുള്ള കാര്യങ്ങൾ മറന്നുപോകും. പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കലോ. എന്താ? ഈ പത്നി ഈ ലോകത്തൊന്നല്ലേ ജീവിക്കണേ? ദാ കണ്ടില്ലേ, ഇക്കൊല്ലം കമ്മിറ്റി പ്രസിഡന്റ് ഞാനാ. വേണ്ടപ്പെട്ടവർക്ക് നിർബന്ധിച്ചപ്പോ ഭാനുമതി സംഭാവന എന്താണെന്ന് തന്നോളം നിങ്ങൾ സംസാരിക്കേ. നിക്ക പറയട്ടെ. ഭാനുമതി പോയി തൊഴുതിട്ട് വരൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പെണ്ണെന്തോ കണ്ട നമ്മടെ പയ്യന് പിന്നെ അമ്പലവും വേണ്ട, ഉത്സവവും വേണ്ട. എന്താ എല്ലാവരും ചിരിക്കണേ? പെരുവ് മോശ. അതിന് ചിരിക്കാ ചെയ്യാ? ഈ ക്ലബ്ബുകാരുടെ നാടകവും ഗാനമേളയും നാട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നാട്ടുകാർക്ക് ബാലേ വേണം. കഴിഞ്ഞ തവണ തങ്കപ്പന്നാര് നടത്തിയ ഈ തങ്കപ്പന്നാരുടെ പേര് മാത്രം ഇവിടെ പറയരുത്. നാടകവും ഗാനമേളയും ആളുകൾക്ക് ഇഷ്ടം തന്നെയാണ്. പക്ഷെ നല്ല ട്രൂപ്പാണെന്ന് മാത്രം. നമ്മുടെ ക്ലബ്ബുകാര് പിള്ളേര്, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് നമ്മളല്ലാതെ ആരാ ചാൻസ് കൊടുക്കുക? നമ്മുടെ നാട്ടിലും കല വളരട്ടെ. ഈ കല വളർത്തുന്നവർ ആരൊക്കെയാ? ചായക്കടക്കാരൻ ശങ്കരൻ നായരുടെ തല്ലിപ്പൊളിയായിട്ട് നടക്കുന്ന ചെക്കൻ, ചത്തുപോയ രാമൻകുട്ടിമാരായുടെ ഇളയ മോൻ, തട്ടാൻ കോവുന്നന്റെ മോള്, പിന്നെ നമ്മുടെ ചെത്തുകാരൻ രാജപ്പൻ. ഈ ചെത്തുകാരൻ രാജപ്പനൊക്കെ പാടിയാ എത്രത്തോളം പാടും. എന്തായിട്ട് തിരിച്ചു പോരണേ? ഒന്നുമില്ല. നിന്നെ കരവലയത്തിലൊതുക്കുവാൻ ഒന്ന് ചുംബിക്കൂ. എന്താടി എന്നെ കണ്ട അയക്ക് എന്തോ സൂക്കേടാ. അപ്പൊ തുടങ്ങും ഒരു ചരഞ്ഞ പാട്ട്. വിശ്വാസം. രാജിക്ക് അടുക്കളയിൽ പണിയുണ്ട് കുട്ടി. വേണ്ട വേണ്ട. എന്ത് കഷ്ടായത്. ഞാനുണ്ടാക്കാം. അവനെ രാജി കുളിപ്പിച്ചാൽ മതിയെന്ന്. മണിക്കുട്ടിന്റെ അമ്മയുടെ മോനോ രാജിയുടെ മോനോ? രാജിയുടെ മോൻ. നീ എന്റെ അടുത്ത് വരും. നോക്കിക്കോ. പത്മിനി, പത്മിനി, അമ്മേ, ഓരോത്തമ്മ. എന്തേ? ഞാൻ അടുക്കളയിലായിരുന്നു. രാവിലെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ലത അയച്ചിരുന്നു. രാവിലെ ഒന്ന് തൊഴാൻ പോയി. എന്തേ അന്വേഷിച്ചത്? ആ പെണ്ണില്ലേ ഇവിടെ, രാധ. ഉവ്, കുട്ടികളെ സ്കൂളിൽ വിടുന്ന തിരക്കില അവള്. എന്തേ? പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് അത്തടം വരെ വരാൻ പറയണം. ഓ, അവിടെ പറഞ്ഞ ആ തള്ള വന്നില്ല എന്ന്. ഞാനും ലതയും കൂടി അകത്തെ ജോലിയൊക്കെ ചെയ്തു. മുറ്റം അടിച്ചിട്ടില്ല. പത്മിനി, ആ പെണ്ണിനോടൊന്ന് പറയുവോ? അതിനെന്താ, അങ്ങോട്ട് പറഞ്ഞുവിടാം. ഇവിടത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മതി. അത് സാരമില്ല. അയ്യോ, പതുക്കെ.
രാധേ നിന്നോടൊന്ന് അവിടം വരെ ചെല്ലാൻ പറഞ്ഞു ലീലാവതി തമ്പുരാട്ടി. എന്തിനാ? ഇന്ന് ആ തള്ള വന്നില്ല അത്രേ. അവരുടെ മുറ്റം ഒന്ന് അടിച്ചു കൊടുക്കണമെന്ന്. എനിക്ക് പറ്റില്ല. അവരുടെ മുറ്റം അടിച്ചു കൊടുക്കാൻ ഞാനാരാ? അവരുടെ വലിയ കാര്യത്തിയോ? വലിയ തമ്പുരാട്ടിമാര്. പ്രായമായ സ്ത്രീയല്ലേടി. പണിയെടുക്കാൻ പറ്റാത്ത പ്രായമൊന്നുമില്ല അതിന്. അല്ലെങ്കിൽ അവർക്കൊരു മോളുണ്ടല്ലോ. മുറ്റടിച്ചാലേ വളയൊന്നും ഓടിപ്പോവില്ല തമ്പുരാട്ടിമാർക്ക്. ഒരു തമ്പുരാട്ടി എന്നെ കുറച്ച് പാട്ട് പഠിപ്പിക്കാൻ ചോദിച്ചപ്പോ എന്തായിരുന്നു പവർ? ലോകത്തുള്ള സകലയും പഠിപ്പിക്കാം. എന്നെ പഠിപ്പിച്ച കുറച്ചില്. ഞാനെന്താ കാശ് കൊടുക്കില്ലേ? അല്ലെങ്കിൽ പഠിപ്പിച്ച പഠിക്കില്ലേ? തമ്പുരാട്ടിയായിട്ട് ജനിച്ചില്ല. വലിയ പണക്കാരുത്തിയല്ല. അല്ലാണ്ട് എനിക്ക് എന്തോ ഒരു കുറവ്. എന്തൊക്കെയായാലും അവരുടെ മോളക്കാൾ നല്ലത് എന്റെ ശബ്ദം. അതിനെങ്ങനെ നന്നാവുക? അവരല്ലേ പഠിപ്പിക്കണേ. ബേ 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 എന്ന് പാടുന്ന കേട്ടാ മതി. ഇവരെങ്ങനെ കലാമണ്ഡലത്തിലെ ടീച്ചറായെന്ന് എനിക്കറിയില്ല. അവര് സമ്മതിച്ചാലും പാട്ട് പഠിക്കാൻ ദിവാരം സമ്മതിക്കോ? നിന്നെ കലാമണ്ഡലത്തിൽ ചേർക്കട്ടെ ഞാൻ അവനോട് ചോദിച്ചതല്ലേ. അത് അങ്ങനെ ഒരു പോത്ത് നല്ലതൊന്നും പിടിക്കില്ലല്ലോ. അമ്പലത്തിൽ വെച്ച് ആ പഞ്ചാരമേനം പറഞ്ഞ ശരിയാ. അട്ടയ്ക്ക് പൊട്ടക്കോളെ പിടിക്കൂ. ദിവാരം കേക്കണ്ട. കേട്ടപ്പോ എന്നെ അങ്ങോട്ട് വീഴുമോ? പിന്നെ അതൊക്കെ പോട്ടെ, നീ ചെന്ന് നടിച്ചു വരി കൊടുക്ക്. പാപ്പച്ചി എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട കേട്ടോ. ഒന്നും അല്ലെങ്കിൽ നമ്മൾ 5 കൊല്ലമായിട്ട് ഈ വീട്ടിലേ താമസിക്കുന്നത്. അത് കൃത്യമായിട്ട് വാടക കൊടുക്കണ്ട്. പണിക്കാരത്തി വന്നില്ലെങ്കിൽ മുറ്റടിച്ചു കൊടുക്കാനും പീടിയെ പോവാനും തുണി തീരുമാനം രാധേ വേണം. എന്നാ വീട്ടിൽ കയറിയ ആയിത്തം, അവരുടെ അമ്പലത്തിൽ കയറിയ ആയിത്തം കണ്ടാ ഒന്നും ശരിക്കും ഓടിയില്ല. ലോകത്തൊരിടത്ത് ഞാൻ ഇങ്ങനത്തെ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല. വെറുതെയാണോ മുടിഞ്ഞു കിടക്കണേ? ആ ഇന്ന് അമ്മയായിട്ടാ സ്കൂളിൽ കൊണ്ടുപോണത്. അപ്പൊ രാജിയോ? രാജിക്ക് ഇന്ന് കുറച്ച് ജോലിയുണ്ട്. രാധേ ആ ചൂലൊന്ന് മാറ്റിപ്പിടിച്ചോളൂ. അമ്മ ഇറങ്ങിയായി. ഉച്ചക്കലത്തേക്ക് ഇത്തിരി പച്ചക്കറി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം കേട്ടോ. പിന്നെ ഇന്ന് കലാമണ്ഡലത്തിൽ പ്രോഗ്രാം ഉണ്ട്. കുട്ടികളെ ഇറങ്ങേറ്റാ. ലത പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ കൂടെ പോന്നോളൂ. കാണാം. പോകാം. 8 മണിയാകുമ്പോഴേക്കും ഡാൻസ് ഒക്കെ കഴിയും. പിന്നെ കഥകളിയാ. അതൊന്നും കാണാൻ നിൽക്കില്ല. ഉടനെ പോരും. 8 മണിയായാലും 10 മണിയായാലും ദിവാറിനോട് ചോദിച്ചിട്ട് പോയാ മതി. എനിക്ക് വയ്യ അവന്റെ മുന്നിയും മൂറും കാണാൻ. അതിനിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ആ അതെനിക്കെങ്ങനെ അറിയാം? എന്റെ ഒരു തലവിധി. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നുയമ്പെന്ന് മുടക്കും ഞാൻ. തിരുവില്ല മലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർ കൂടമിന്നുടയ്ക്കും ഞാൻ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നുയമ്പെന്ന് മുടക്കും ഞാൻ. പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. പ്രണയ കലഹമോ പരിഭവമോ പ്രിയ സഖിനി അഭിനയിക്കും പ്രേമ നാടകമോ. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ. അകന്നു നിന്നാൽ പച്ചിലകാവ് അടുത്തു വന്ന തങ്ക നിലാവേ. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ. വേണ്ടാതിനെ കളിച്ച് കൊല്ലുന്നില്ല ഞാൻ. അവിടെ നിൽക്കാൻ ൂരിത്തങ്ങട്ടവന്. ഇക്കൊല്ലം ഇവിടെ വിപ്ലവം സൃഷ്ടിക്കും പരമേശ്വരനാരെ കണ്ടോളൂ. അതെ അതെ. എന്താ പത്മിനി? ഞാൻ വിചാരിച്ചു ചന്ദ്രേട്ടനായിരിക്കുമെന്ന്. ഓ ചന്ദ്രനായരുടെ വരവ് കണ്ണിൽ അന്നൊഴിച്ച് കാത്തിരിക്കല്ലേ. ഞങ്ങൾ ലീലാവതി തമ്പുരാട്ടി ഒന്ന് കാണാൻ വന്നതാ. തമ്പുരാട്ടി ഉണ്ടാവോ? ഉവ്വ് ഞാനിപ്പോ അവിടുന്ന് വരണേ. ആ എന്നാ വരാ വരാ വരാ. ശരി ശരി. പത്മിനെ ഞാൻ വെറുതെ മോഹിപ്പിച്ചു. ആ പിന്നെ പത്മിനി എല്ലാ കാര്യങ്ങളും അറിഞ്ഞാണല്ലോ. ആ ഉവ്വ് മേനാഞ്ചേട്ട ഇത്തവണ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണെന്ന് അന്ന് പറഞ്ഞല്ലോ. അതല്ലാന്നേ, ഈ കുട്ടി ഈ ലോകത്തൊന്നുമില്ല ജപിക്കണേ. പരിപാടികൾ അടിമുടി മാറുക. പരിപാടിയിൽ യുക്തമായ ഭേദഗതികൾ വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ടെന്ന് നോട്ടീസിൽ അടിച്ചതേ അതിനല്ല. കോഴിപ്പറമ്പൻ തങ്കപ്പൻ നായർ വാഴപ്പള്ളി മാധവനോട് കളി ഓട്ടം തുള്ളൽ, 3 ആനപ്പുറത്ത് ശ്രീവേലി, അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം. എന്താ ഞെട്ടിയോ? 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 ഞെട്ടണ്ട, വരുന്നുള്ളൂ. പ്രതിഭ ആർട്സ് ക്ലബിന്റെ നാടകം കൂടാതെ ബാലെ
അപ്പൊ ഗാനമേള വേണ്ടാന്ന് വെച്ചോ? വേണ്ടാന്ന് വെക്കേ. അതിന് മാധവന്റെ അച്ഛൻ ഗോവിന്ദമേനൻ അല്ലായിരിക്കണം. ഫുൾ ടൈം ഓർക്കസ്ട്ര. നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാന്നാ വിചാരിച്ച്? ആരാ? ജൂനിയർ യേശുദാസ്. ഞെട്ടി, ഇപ്പൊ ശരിക്കും ഞെട്ടി. എന്നാ പിന്നെ എന്തിനാ ജൂനിയർ? യേശുദാസിനെ കൊണ്ടുവന്ന് പോരെ? ഈ പറയുന്നത് മനസ്സിൽ വെച്ചാ മതി. സാക്ഷാൽ യേശുദാസിനൊക്കെ ക്യാമന. യേശുദാസ് ഞെട്ടിയിരിക്കുന്ന സിനിമാ രംഗത്തെ റൂമർ. ആഹാ, എന്റെ കുരുത്താണോ അതോ കാരണവന്മാര് ചെയ്ത പുണ്യാണോ അദ്ദേഹം വരാതെ സമ്മതിച്ചിരിക്കുക? മൂപ്പര് വരുമ്പോ ഈ തട്ടാന്റെയും കിട്ടാന്റെയും മോളൊന്നും പാടിയ ശരിയാവില്ല. അതിന് പറ്റിയൊരു പാട്ടുകാരി വേണം. നമ്മുടെ കോലോത്തെ ലീലാവി തമ്പരാട്ട മോളില്ലേ, അതാ അസലായിട്ട് പാടുന്നു കേട്ടു. പിന്നെ ആ കുട്ടി 8-10 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചതല്ലേ? ശാസ്ത്രീയം വേണം. എന്നാലൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂ. തമ്പരാട്ടി ഒന്ന് സമ്മതിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്റെ കൃഷ്ണ. ഞാനിപ്പോ എന്താ പറയാ, ഒരു കച്ചേരിക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഞാൻ സമ്മതിക്കായിരുന്നു. ഇത് ഈ ഗാനമേള എന്നൊക്കെ പറഞ്ഞ ഒരുട്ട് ആഭാസല്ലേ? ഇവിടുന്ന് വേറൊന്നും ധരിക്കണ്ട. ഭഗവാനുള്ളൊരു നേർച്ചയായിട്ട് അങ്ങടാ കരുതുക. എന്താ പരമേശ്വരേ? അതെ അതെ, ഈ വരുന്ന മൂപ്പരുണ്ടല്ലോ ഈ യൂനിയൻ, അത്ര മോശക്കാരനൊന്നും അല്ലാന്നാ പറയണത്. ശാസ്ത്രീയം പഠിച്ചിട്ടുണ്ടത്രേ. എന്നാലും ക്രിസ്ത്യാനിയല്ലേ? ഏയ്, ഇത് ജൂനിയർ യേശുദാസ് ശശികുമാറാണ്. നല്ല ഒന്നാന്തരം നായ മേനോ പട്ട അല്ലേ പരമേശ്വരേ? എന്തായാലും നായരിട്ടായില്ല, അത് ഉറപ്പാ. ദയവായി നോ എന്ന് പറയരുത്. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. എന്നെ ഒന്ന് രക്ഷിക്കണം. ഏതായാലും ഞാൻ കുട്ടിയോടും ചോദിക്കട്ടെ. ഓ, ഇങ്ങോട്ട് മാറൂ. മേനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവസാനത്തെ അടമങ്ങണ്ട് എടുക്കുക, കാലിലങ്ങണ്ട് വീഴുക. അത്രയ്ക്ക് വേണോ? ആ, ഒന്നുമില്ലെങ്കിൽ തമ്പുരാട്ടറെ കാലല്ലേ. എന്തായാലും കഴുതക്കാലിലും ഭേദമാണല്ലോ അല്ലേ തമ്പുരാനെ? അതെ. ഓ, കഴുതക്കാലം പിടിക്കാം അല്ലേ നായരെ? തമ്പുരാട്ടി, ഒരുമിച്ചൊരു പാട്ടും കുളിയും. ഇനി കിടപ്പൂടി ഒരുമിച്ചാവോ? വേഗം കുളിച്ചു വരൂ. നിന്നെ കാണാൻ കുറച്ച് ആളുകൾ വന്നിരിക്കണു. രാധേ, രാധേ, എന്നെ കാണാൻ എന്തിനാ ആളുകൾ വന്നെന്നറിയോ? ഞാനിങ്ങനെ അറിയാ? ഞാൻ അമ്പലത്തിൽ ഉത്സവത്തിന് ഗാനമേളയ്ക്ക് പാടാൻ പോണു. ഗാനഗന്ധർവൻ ജൂനിയർ യേശുദാസിന്റെ കൂടെ. പിന്നെ നോണ, യേശുദാസല്ലേ നമ്മുടെ അമ്പലത്തിൽ ഒന്ന് പാടാൻ പോണത്? യേശുദാസ് അല്ലടി, ജൂനിയർ യേശുദാസ് ശശികുമാർ. യേശുദാസിനെ പോലെ തന്നെ പാടൂത്രേ. ഉവ്വ്, അത് വിശ്വസിക്കാൻ കുട്ടി ഇത്ര മണ്ടയായി പോയല്ലോ. യേശുദാസിനെ പോലെ പാടാൻ ലോകത്ത് ആർക്കാ പറ്റുക? അതുണ്ടല്ലോ, ഗന്ധർവൻ മനുഷ്യജന്മം എടുത്തതാ. എന്നിട്ട് ഇപ്പൊ എങ്ങാണ്ടൊരു ശശികുമാരി കയറി വന്നിരിക്കുന്നു. വെച്ചിട്ടൊന്നല്ല. പേടിയോ? ആരെ? അതല്ല, വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ, നമ്മൾ അതിനിടയ്ക്ക്. അത് ശരിയാ. ഈ ജൂനിയർ യേശുദാസ് ഒന്നും വരാൻ പോണില്ല. വന്നാ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും. താൻ നോക്കിക്കോ. മൂപ്പരാണോ? ഇതേതാ വലത്? ഒരു ഉണ്ടേ, കുമ്മായത്തിൽ വീണ പോലെയുണ്ട്. ഈ ക്ലബിന്റെ ഭാരവാഹികൾ ആരെങ്കിലും? ഞാനാണ് വൈസ് പ്രസിഡന്റ്. ഓ, ഞാൻ ജൂനിയർ യേശുദാസ് ശശികുമാർ. ഞാൻ സന്തോഷ്. ഓ, ഇത് രാജപ്പൻ, മെമ്പറാ, പാടും. ഹലോ. ഹലോ. കണ്ണാടി കൂടി വെള്ളം അടിക്കായിരുന്നു. യാത്ര ആകെ പ്രശ്നമെന്ന് തോന്നുന്നു. ട്രെയിനിൽ AC, തണുപ്പടിച്ചിട്ട് തൊണ്ടയ്ക്കൊരു കേട്ടില്ലേ, അതാ എന്റെ ഒരു ചുക്കൊള്ള. തത്തമംഗലത്തല്ല സ്ഥലം, അവിടുന്ന് ട്രെയിനോ? അത് ഈ തത്തമംഗലത്തുനിന്ന് കാറില് പാലക്കാട് വന്നു. പാലക്കാട് ട്രെയിൻ പിടിച്ചു. കാർ യാത്ര. ഓ, ഈ പൊടി അടിച്ച അപ്പ തുടങ്ങും തുമ്മലും മൂക്കടപ്പും. ഹലോ, ഇവിടെ വന്നിറങ്ങിയപ്പോ സ്റ്റേഷനിൽ ആരെങ്കിലും കാറുമായിട്ട് കാത്തിക്കുന്ന കരുതിയെ യാവട്ടെ. ഇതാണ് ഈ ചെറിയ ക്ലബുകൾക്കൊന്നും പാടാൻ ഞാൻ പോവാത്തെ. കാര്യം പറയണ കാശ് കിട്ടും,
പക്ഷേ ഇറസ്പോൺസിബിളാ. കേട്ടോ, എന്റെ കാശിതാ, എനിക്ക് പോണം. നമുക്ക് ഈ ഓട്ടോയിൽ തന്നെ മേനോൻ വീട്ടിലേക്ക് പോകാം. അവിടെ റിഹേഴ്സലും താങ്കളുടെ താമസവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഹോട്ടലൊന്നുമില്ലേ? നല്ല ഹോട്ടലൊന്നും ഇല്ല. ഈ മേനോന്റെ വീട്ടില് സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. സൗകര്യം ഉണ്ടോന്നോ? വാഴപ്പള്ളി മേനോന്മാര് ഇവിടുത്തെ വലിയ തറവാട്ടുകാരാ. ഓഹോ. കൃഷ്ണ രക്ഷിച്ചു. ഇപ്പഴാണ് ശ്വാസം നേരെ വീണത്. വരാ വരാ വരാ. യേശുദാസ് അല്ലേ? അതെ. ഒരു താടിയുടെ കുറവുണ്ട്. ഓ, അല്ല, യേശുദാസിന് നല്ലൊരു സുന്ദരം താടിയുണ്ട്. ആദ്യം ഈ അസൂയ കളയാ, എന്നാലും നീയൊക്കെ നന്നാവൂ. വരൂ 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 വരൂ. പരിചയപ്പെട്ടില്ലല്ലോ. പറക്കൽ കോവിലൊന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, പ്രസിദ്ധാണേ. ആ കോലോത്തെ ലീലാവതി തമ്പുരാട്ടി കലാമണ്ഡലത്തിൽ മ്യൂസിക് ടീച്ചറാ. ഇത് തമ്പുരാട്ടിയുടെ ഒരേ ഒരു മോള് ലതാവർമ്മ. സംഗീതത്തിൽ ജനിച്ചു, സംഗീതത്തിൽ വളർന്നു, സംഗീതമേ ജീവിതം. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. പാടാൻ ചെറിയമ്പുരാട്ടെ കിട്ടിയത് എന്റെ ഭാഗ്യമല്ല, താങ്കളുടെ ഭാഗ്യ. ശശികുമാർ ശാസ്ത്രീയമായി പഠിച്ചിട്ടുണ്ടോ? ഉവ്വ്. ആരാണ് ഗുരു? ഗുരു കോളേജിലാ പഠിച്ചത്. പാലക്കാട് ചെമ്പൈ സംഗീത കോളേജ്. അപ്പൊ പ്രഭാകരവർമ്മയെ പിന്നെ അറിയും. പക്ഷെ ഞാൻ മെയിനായിട്ട് ഈ വീട്ടില് മുത്തച്ഛനും അച്ഛനും അമ്മയും ഒക്കെ പാടുമായിരുന്നേ. അവര് പാടുന്നത് കേട്ട് കേട്ടാ എനിക്ക് ശരിക്കും ഈ വാസന ഉണ്ടായത് തന്നെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ മേന്നെ, ഈ കലാ സംഗീതം എന്നൊക്കെ പറയണത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന സിദ്ധിയാ. അതെ അതെ. എന്നാ പിന്നെ ഞാൻ വഹിക്കണില്ല. ഓട്ടോറിക്ഷയുടെ കാശ്. ഒരു കാര്യം ചെയ്യേ, തമ്പുരാട്ടൊന്ന് കലാമണ്ഡലത്തിൽ കൊണ്ടുവിട്. എന്നിട്ട് കമ്മിറ്റി ഹൗസിൽ മേടിച്ചോ. ഞാൻ പറഞ്ഞാൽ മതി. ശരി. ആ, അപ്പൊ കേൾക്കാൻ ഞാനും വരണുണ്ട്. വരണല്ലോ. കേട്ടില്ലേ പറഞ്ഞത്? അപ്പോ യാത്രയൊക്കെ സുഖമായിരുന്നോ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശബ്ദം. എന്തത്? ചുക്കോള. ഓ, ദാസേട്ടനും ഇതാ കുടിക്ക. ഏത് ദാസേട്ടൻ? യേശുദാസേ. ഓ, ഇതിനൊക്കെ നല്ല ഉഗ്രൻ സാധനം ഞാൻ ഉണ്ടാക്കി തരാം. ചുക്കും കുരുമുളകും അരിമോദകവും ഇരട്ടിമതിൽ ഇട്ടിട്ട് നല്ല കടുപ്പത്തുള്ളൊരു കാപ്പി. തൊണ്ടുണ്ടല്ലോ, കുയിൽനാദാവും കുയിൽനാദം. കുട്ടി, ഭാവം ഉണ്ടാവണം. ഒന്നുകൂടി സ്വീറ്റായിട്ട് പാടൂ. നമുക്ക് പല്ലവി നോക്കാം. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, പൊന്നിൽ കുളിച്ചു ചന്ദ്രികാവസന്തം. ഇത്തിരി പഞ്ചസാര ഉണ്ടോ ഒരു സ്വീറ്റ് ആകാൻ? പോയ നാടകം ശരിക്കും പഠിക്കാൻ നോക്ക്. പഞ്ചസാര ഇടാൻ വന്നിരിക്കുന്നു. എന്ത് കഷ്ടം. വന്നേ. ആ, ഒന്നും കൂടി വന്നേ. അതെന്താ? ഇത് കൊളമാണല്ലോ. അതേ, തറവാട്ടോ കൊളാ. എന്താ, കുളിക്കണോ? ഈ കുളമല്ല, ആ പെണ്ണിന്റെ പാട്ട് കൊളമാണല്ലോ ഒന്ന്. പാട്ട് കൊളോ? അങ്ങനെ ഒരു വഴിയില്ലല്ലോ. അപ്പൊ പാടുകയൊന്നും കേട്ടില്ലേ? എന്താ കുഴപ്പമുണ്ടോ? ഇത്തിരി സീറ്റാക്കിയ പോരെ? സ്വീറ്റാക്കാൻ ആ ചെക്കൻ പറഞ്ഞ പോലെ കുറച്ച് പഞ്ചസാര ഇട്ടങ്ങട് ഇളക്കാം. ഫീമെയിൽ വോയിസ് നന്നായില്ലെങ്കിൽ ഞാൻ പാടില്ലാട്ടോ. ജൂനിയറെ, അതെ 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 ജൂനിയറെ, നമുക്ക് എങ്ങനെ ശരിയാക്കി എടുക്കാം. ശരിയാക്കി എടുക്കാം. ശരിയാക്കി എടുക്കാം. എന്നിട്ട് അടുത്ത കൊല്ലം പാടിക്കാം. എന്താ എന്തെങ്കിലും വിഷമിക്കല്ലേ എന്റെ ജൂനിയർ? അതന്നെ. എന്നാലേ ഞാനൊരു അഡ്രസ് തരാം. എറണാകുളത്തുള്ളൊരു കുട്ടിയാ. കൈയോടെ കൊണ്ടുവന്നാ നിങ്ങക്ക് പരിപാടി നടത്താം. അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിൽ പോവേ. എന്റെ മാനം പോ. എന്റെ തൊള്ള കൊടുക്കാൻ നല്ലോണം മുറുക്ക് വരാലേ. ബലം പിടിച്ചു നിൽക്കുമ്പോ നിങ്ങൾക്കൊരു സുഖമായിക്കോട്ടെ എന്ന് വെച്ച് പാടിയത് കുറ്റമായോ? എന്നെ സൂചിപ്പിക്കാനാ? അതിൽ പാട്ടാ കളന്ന കാര്യം പോലെയുണ്ട്. എന്റെ പാട്ട് നോക്കണ്ട. എന്നാലും എന്റെ മായിട്ടിക്ക, നിങ്ങൾ അവളുടെ പാട്ടൊന്ന് കേൾക്കണായിരുന്നു. എന്നോട് ചോദിക്കാണ്ട് പോയെന്റെ കലി കയറിയ ഞാൻ അവിടെ ചെന്നത്. ചെന്നപ്പോ അവള് പാടുക റെക്കോർഡ് വെച്ച് പോലാന്നേ.
എന്നാ വല്ലയിടത്തും ചേർത്ത് പഠിപ്പിക്കടാ. വല്ല പള്ളിക്കൂടുതലും പാട്ട് ടീച്ചറെ ജോലി കിട്ടും. അത് പള്ളി പറഞ്ഞാ മതി. അങ്ങനെ പഠിച്ച പടിപ്പുറത്തൊന്നും കയറണ്ട. ഉള്ളത് എന്റെ വീട്ടിൽ ഇരുന്ന് പാടിയാ മതി. ഞാൻ കേട്ട് സൂചിച്ചോളാം. അത് മതി. ഓ, തന്നെ പോലത്തെ ഒരു മരണം മുത്തൂരെ സഹിക്കുന്നുണ്ടല്ല പെൺകുട്ടി. നിങ്ങൾക്കാ ഞാൻ മുരടൻ, അവക്കെന്നെ ജീവന. എന്റെ മുഖം ഒന്ന് മാറിയാലുണ്ടല്ലോ മൂത്രം ഒഴിക്കും. അയ്യേ, മൺമടലിലയെ കണ്ടാൽ ഉണ്ടോ മരതിൽ. അയ്യോ ദിവാരൻ. മായിക്ക, അത് നമ്മുടെ കുഞ്ഞുട്ടനാ ശരിയല്ലേ? അയ്യോ അങ്ങനെ വീണ ശരിയാവില്ല. ഏയ് അതേതോ ചട്ടിവാലനാ. അല്ലെന്ന് അയാൾ തന്നെ. അല്ല ഇതാരാ? ദിവാറിനോ? അല്ല തന്റെ. ഇവിടെ താനാ പത്നേച്ചർ കയ്യിൽ നിന്ന് കാശ് വാങ്ങി നോക്കിയിട്ട് മാസം രണ്ടായില്ലേ? എത്ര പ്രാവശ്യം വരാന്ന് പറഞ്ഞ് പറ്റിക്കണേ? എന്റെ തൊഴിൽ സത്യമായിട്ട്, എന്റെ ഈ മുഴക്കോല് സത്യമായിട്ട്. ഇവിടെ കാശ് മേടിച്ച് കൈ വെച്ചിട്ട് പണി കാണിക്കരുത്. എടാ ഞാൻ പറഞ്ഞു ആ, വരണം. വന്നേ പറ്റൂ. വരാന്ന് പറഞ്ഞാൽ വരും. എടാ ഞാൻ നുണ പറയാനുണ്ടല്ലോ. ദേ, എന്നെ ഓടിയിട്ടാണ് ഞാൻ വെക്കുന്നത്. വണ്ടി ആളെവിടെ? മാഞ്ഞു പോയോ? മാഞ്ഞു പോവാൻ ഞാൻ മാങ്ങനല്ല. ഡോഡോ തന്നെ ഞാൻ പിടിച്ചോളാം. ആ പിടിക്കാൻ വേറെ ആശാരിയെ നോക്കിയാ മതി. നീ എന്നെ ഒരുപാട് ഒലത്തും. നിനക്ക് ഈ കള്ളനല്ലാതെ വേറെ നല്ല ആശാരിമാരെ ഏർപ്പാടായി കൊടുത്തു. അതിന് പണി പകുതി കഴിഞ്ഞ് മുങ്ങിയാ പിന്നെ വേറെ ആശാരി വിളിച്ചാ വരുമോ? ഇവിടെ പിടി. എന്റെ അമ്മ. ആ ഉഴുന്നൂറും കുടുങ്ങിയെടുത്ത് എന്താ ഉണ്ടാവണേന്നൊന്നും അറിയണമല്ലോ. നാരായണ, എനിക്കൊരു 100. ഈ കുഞ്ഞൂട്ടന്റെ കണക്കില് എന്തുണ്ടാവുമെന്ന് അറിയണമല്ലോ. എന്തുണ്ടാവാനാ? ഇതേപോലെ സുഖമായിട്ട് കിടന്ന് ഉറക്കാം. ഉലകേ മായം. അതൊന്നും അറിയാമല്ലോ. അറിയോ? പക്ഷേ എന്റെ കണക്കിൽ വേണ്ട. എടാ കുഞ്ഞൂട്ട, ഒരു 50 നീ എനിക്ക് വേണ്ടി പറയണ. ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു പായ കിടന്നു എന്നവരെ വേണ. നീ ആരാ? എവിടെ ഉള്ളതാ? പോയി വല്ല പണി നോക്കണം. എടാ, എന്നോട് നീത് പറയണവനാ. ഞാനത് കേൾക്കണ്ടവനാ. എനിക്കറിയാവിടെ എല്ലാവരെയും. കിടന്നോ? എടാ നാരായണ, ഒരു തലയിലും കൂടി കിടന്നു. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ലല്ലോ. നീ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞെന്ന് പറ. ചേട്ടാ നാരായണ, എന്നെ ഒന്ന് സഹായിക്കണം. ആദ്യം ചോദിച്ചാല് എന്നെ കണ്ടില്ല ഇന്ന്. എന്ന് ആരാ?